മുഖത്തിന്റെ കരിവാളിപ്പൊക്കെ മാറ്റി മുഖം നല്ല തിളക്കവും അതുപോലെ ഭംഗിയും കൂട്ടാൻ പറ്റിയ ഒരു മാജിക് ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണേ. വെറും 2 ആഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ജ്യൂസിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് ഐറ്റം, ആൽമണ്ട് ഗം. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. ഈ ഒരു ഫോമുല നമുക്ക് കിട്ടാം. അതെങ്ങനെ ഈ ഒരു രീതിയിലായി എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി ഡെയിലി ജ്യൂസ് അടിച്ചു കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള ഒരു വഴി കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒട്ടും സമയം കളയണില്ല, നമുക്ക് വേഗം എങ്ങനെ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് നമ്മൾ 2 ക്യാരറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കണേ. നല്ല പോലെ വൃത്തിയായി കഴുകിയെടുത്തിരിക്കണേ, വിഷമൊക്കെ ഉള്ളതല്ലേ, അപ്പൊ നല്ല പോലെ കഴുകിയെടുത്തിരിക്കണേ. അതായത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിച്ചെടുക്കാൻ നല്ല എളുപ്പം ഉണ്ടാവും. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെയ്യണം നമ്മൾ. അപ്പൊ അതിന്റെ ഒന്നും കളയണില്ല കേട്ടോ, അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ പോവും. പിന്നെ ആൽമണ്ട് ഗം ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഒരു 8 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണേ. അപ്പൊ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു ഫോമിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫോമിൽ കിട്ടും. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ഒരു ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഇപ്പൊ സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട് ഗം നമ്മൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി നല്ല കൂളായിട്ടിരിക്കാനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടൊരു ഫീല് തോന്നും ഇത് ചേർക്കുമ്പോൾ. ഇതിന്റെ കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ് 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ കൊഴുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. ഈ ക്യാരറ്റ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോണ്ടല്ലോ അതിൽ നല്ലപോലെ ബീറ്റാ കരാറ്റിൻ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ ചെന്ന് നമുക്ക് വൈറ്റമിൻ എ ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ബാഡ് സെൽസ് ഒക്കെ മാറി, അതായത് നമ്മുടെ പഴയ സെൽസ് ഒക്കെ മാറി പുതിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാവാനായിട്ട് സഹായിക്കണേ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് 2 ആഴ്ച കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ആവുമെന്ന് പറയണേ. 1 മാസം നമ്മുടെ സെൽസ് ഒക്കെ പുതിയ സെല്ല് വരാൻ ഒരു 28 ദിവസമാണ് കേട്ടോ എടുക്കുക. അപ്പൊ 28 ദിവസം, അതായത് ഒരു 1 മന്ത് നിങ്ങൾ കഴിക്കുമ്പോൾ നല്ല രീതിയിലൊരു ചേഞ്ചസ് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും. കുറച്ചും കൂടി എഫക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലെമൺ ജ്യൂസിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ ആ കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹണി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല രീതിയിലൊരു മോയ്സ്ചറൈസർ, നമ്മുടെ സ്കിന്നിലേക്ക് ഒരു മോയ്സ്ചറൈസർ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നല്ല രീതിയിലൊരു തിളക്കം കിട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ വരൾച്ചയൊക്കെ മാറി സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഇത് ചേർത്ത് കൊടുക്കണോണ്ട്. അപ്പൊ നമുക്ക് കൂടെ നമ്മൾ 2 ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോളിന് വേണ്ടി ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്, നിർബന്ധമില്ല. ബാക്കി ഇത്രയും ചെയ്ത് കൊടുത്ത് നമുക്ക് ഡെയിലി ഇതുപോലെ ഒരു ഗ്ലാസ് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. ഒരു 1 മന്ത് ട്രൈ ചെയ്താൽ നല്ല രീതിയിൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഡെയിലി ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഐസ് ക്യൂബ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഇതുപോലെ ഒരു ട്രെയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചത്തോളം നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ സുഖമായിട്ട് തന്നെ ഡെയിലി ജ്യൂസ് അടിച്ചു കുടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബുദ്ധിമുട്ടൊന്നല്ല, നമുക്ക് അതിന് വേണ്ടി ഒരു സമയം കളയാൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു 2 ആഴ്ച നിങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇതുപോലെ ആൽമണ്ട് ഗം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ കട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് 2 ടേബിൾ സ്പൂണോളം ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല രീതിയിൽ സോക്കായി കിട്ടും. ഇത് കണ്ടോ, നല്ല പോലെ അബ്സോർബ് ആയി കിട്ടും. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നല്ല പോലെ ഒമേഗ 3 ഉണ്ട് കേട്ടോ. അപ്പൊ നല്ലതാണ്, ജ്യൂസിലൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രീസറിൽ നമ്മൾ ക്യൂബ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിതൊരു 6 എണ്ണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് ചെറിയ ക്യൂബ് ആയതുകൊണ്ടാട്ടോ നമ്മൾ 6 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതി. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാലത്ത് എണീറ്റ് വരെ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം വേണം കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വെള്ളം കുടിച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പം നല്ല രീതിയിൽ എഫക്റ്റീവ് ആവും കേട്ടോ നമ്മുടെ ശരീരത്തിൽ. ഇല്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ ഫുഡ് കഴിച്ച് ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വേണം കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഇത് കഴിക്കരുത്. ഫുഡ് കഴിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങനെ ജ്യൂസൊക്കെ കഴിക്കാൻ. അപ്പോഴാട്ടോ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അത് എഫക്റ്റ് ആവുള്ളൂ. മോർണിംഗിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. മോർണിംഗിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് നമ്മൾ വേറെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ നല്ലതാണ്. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ
നമ്മുടെ നല്ല സെൽസ് പുതിയത് ജനറേറ്റ് ചെയ്ത് വരാൻ ഒരു 28 ദിവസം എടുക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് ആവോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 1 മന്ത് നമ്മൾ ഈ ഒരു ജ്യൂസ് കണ്ടിന്യൂസ് കഴിക്കണം. അപ്പോഴായിട്ട് നമുക്കത് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും അതിൻ്റെ കമൻസിൽ എന്തായാലും അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും, ഇതുപോലെ സപ്പോർട്ട് ഇനിയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.